ആ രാജസ്ഥാനിലേക്ക് വന്നിട്ട് നിങ്ങളേനും ക്യാപ്റ്റൻ. അതൊക്കെ ഒരു കാലം. എന്നിട്ട് തന്നെ ഓപ്പണിങ് ഇറക്കിയതും സ്ഥിരമായിട്ട് തന്നെ കളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പരിക്കായിട്ട് മാറി എന്നതല്ല ഓർമ്മയുണ്ടാ? മറക്കാൻ പറ്റുമോ? എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയുണ്ട്. എന്നാ അത് മറന്നേക്ക്. ഓർമ്മിക്കാൻ ഞാൻ വേറെ ഒന്ന് പറഞ്ഞുതരാം. ഒന്നേനു ഇന്ന് നിങ്ങൾക്ക് വരെ ഞാൻ കളിക്കാൻ പോകുന്നു. ബാറ്റ് നിന്ന് കൈമേലേക്ക് തന്നെ നീ 6 അടിച്ചിട്ടല്ലടാ. ഇതുകൊണ്ടൊന്നും ഈ സഞ്ജു തളരൂലടാ. ഗംഭീരണ വാട്ടർ ബോട്ടിൽ ഞാൻ കൊടുത്ത വെള്ളം കുടിച്ചിട്ടാ നിങ്ങളുടെ കുറെ എണ്ണം വേൾഡ് കപ്പ് അടിച്ചേ. അതിന് നിങ്ങളല്ലേ വേൾഡ് കപ്പ് അടിച്ചു കൊടുത്തേ? ഓ ഓർമ്മയുണ്ടല്ലേ? സമയം കിട്ടുമ്പോ മറ്റേ രണ്ടെണ്ണത്തിനും കൂടി പറഞ്ഞു കൊടുത്തേത്. അണ്ണനെ കളിക്കാൻ കൂട്ടുവാ. കേറി വാ മക്കളെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ കളിയാക്കാൻ വേണ്ടിട്ടല്ലേ പഞ്ചാബിനെ പോലത്തെ ജേഴ്സി അടിച്ചിട്ട് വന്നിന്? സത്യം പറയടാ, ഇത് പ്രീതി ചേച്ചിയുടെ അറിവോടെയാണോ? ആർച്ചറിനോട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഗുരുത്വം ഇല്ലാത്തോണ്ടാ. ഗുരുത്വം അതിന് 3 കളി നിങ്ങളെടുത്തിട്ടുണ്ടെന്നെ കാട്ടിയും കൂടുതൽ ഞാൻ അടിച്ചിന് കേട്ടാ. ചമ്മിപ്പോയി. 49, 43, 60. മോനെത്ര വയസ്സായി? 15 വയസ്സും 99 ദിവസവും. ആടിയും 90 തന്നെയല്ലേ കളി. സെഞ്ചുറി എത്തിയിട്ടില്ല. എന്നാ പ്രാർത്ഥിക്കേ. സൂര്യന് നമ്പർ മാറിയില്ലല്ലോ അല്ലേ ഗംഭീരണ? ഒന്ന് സംഭവിച്ചെന്ന് വെച്ചാല് അവര് പഞ്ചാബിന്റെ പോലത്തെ ജേഴ്സി ഇട്ടിട്ട് തന്നെ മാനസികമായിട്ട് തളർത്തിക്കളഞ്ഞ്. അതാണ് തോറ്റേ. അപ്പൊ അയർലൻഡിന്റെ ഒപ്പരോ? അയർലൻഡിന്റെ ഒപ്പരം ഞാൻ പഞ്ചാബിന്റെ ഒപ്പരം തന്നെയാണ് കളിക്കുന്നതെന്ന് വിചാരിച്ചു പോയി. ഒരു ചാൻസും കൂടി. അല്ല അങ്ങനെയല്ല, കഴിഞ്ഞ മറ്റേ മഴ പെയ്ത കളിയിൽ നമ്മളടിച്ച റണ്ണ് അവര് ചേസ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കിയതാ, പരീക്ഷിച്ചതാ. ആ സൂര്യചങ്ങായി മറ്റേ വേൾഡ് കപ്പിലെ മന്ത്രവാദിനെ അങ്ങ് കൂട്ടിയിട്ടിടുന്നു. അതുകൊണ്ടാണ് അർജന്റീന ജയിച്ചിട്ട് നമ്മൾ തോറ്റ്. ഇന്ത്യ പിന്നെയും തോറ്റ്. എന്തെങ്കിലും തോന്നുന്നുണ്ടോ?